ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾ ഇന്ന് അവസാനിക്കുകയാണ്. രാത്രി 10 മണിക്ക് ഹരിവരാസനപ്പാടി നടയടയ്ക്കും. ഓണം പൂജകൾക്കായി 24-ന് വൈകിട്ട് വീണ്ടും നട തുറക്കുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് ഗൂഗിൾ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾക്ക് ഇന്ന് പരിസമാപ്തിയാവുകയാണ്. ഇന്ന് 5-ാം ദിവസമാണ്. ഇന്ന് സഹസ്ര കലശാഭിഷേകം അടക്കമുള്ള പ്രത്യേക പൂജകൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഉണ്ട്. ഇന്ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി 10 മണിക്ക് ഹരിവരാസനപ്പാടി നടയടയ്ക്കുന്നതോടുകൂടി ചിങ്ങമാസ പൂജകൾക്ക് ശുഭ പര്യവസാനമാവുകയാണ്. ചിങ്ങം 1 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ അയ്യപ്പനെ കണ്ടു തൊഴുതും മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും കാര്യമായിട്ടൊരു ഭക്തജന തിരക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എത്തിയ എല്ലാ തീർത്ഥാടകർക്കും വളരെ സുഗമമായിട്ടുള്ള തീർത്ഥാടനം തന്നെ ലഭിച്ചു. ശബരീശ ദർശനം വളരെ സുഗമമായിട്ട് തന്നെ ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ചിങ്ങമാസ പൂജകളിൽ മറ്റ് ചില കാര്യക്രമങ്ങൾ കൂടി ശബരിമലയിൽ നടന്നു. അതായത് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമലയുടെ കാർമ്മികത്വത്തിൻ്റെ നിയോഗം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ ചിങ്ങം 1 മുതൽ മുൻ തന്ത്രി കണ്ഠരര് രാജീവരുടെ മകനാണ് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിയോഗം അത് ദേവസ്വം ബോർഡ് പല ഘട്ടങ്ങളിലൂടെയാണ് അത് പൂർത്തീകരിച്ചത്. എന്തായാലും അദ്ദേഹം ഔദ്യോഗികമായിട്ട് ശബരിമലയുടെ തന്ത്രിയായിട്ട് ഈ ചിങ്ങമാസ കാലയളവ് മുതൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരുടെയും അതോടൊപ്പം തന്നെ ശബരിമല ക്ഷേത്രത്തിലെ ഉൾക്കഴകത്തിൻ്റെയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പും ഈ ദിവസങ്ങളിൽ നടക്കുകയും ചെയ്തു. എന്തായാലും മറ്റ് വൃശ്ചിക മാസത്തിനുള്ള ഒരുക്കങ്ങൾ കൂടി ഈ ദിവസങ്ങളിൽ ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം നമ്മളോട് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ഇന്ന് അടയ്ക്കുന്ന നട 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തുറക്കുകയാണ്. അത് തിരുവോണ നാളുകളുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് വേണ്ടിയിട്ടാണ്. 24-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശബരിമല ക്ഷേത്രനട വീണ്ടും തുറക്കും. 28-ാം തീയതി വൈകിട്ട് രാത്രി ഹരിവരാസനപ്പാടി നട അടയ്ക്കും. അങ്ങനെ ഇനിയൊരു കുറച്ച് ദിവസങ്ങൾ കൂടി വീണ്ടും ശബരീശനെ ദർശിക്കുവാനായിട്ടുള്ള അവസരം അയ്യപ്പ ഭക്തർക്ക് ഉണ്ട്. എന്തായാലും വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് എത്തുന്ന തീർത്ഥാടകർക്ക് മാത്രമാണ് ശബരിമല അയ്യപ്പനെ കാണുവാനുള്ള അവസരം ഉണ്ടാവുക. എന്തായാലും അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ കൂടി ഈ ഓണം അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജന തിരക്കിലേക്ക് സന്നിധാനം എത്തുമെന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ചിങ്ങമാസ പൂജകൾക്ക് ഇന്ന് പരിസമാപ്തിയാവുകയാണ്. ഇന്നിപ്പോൾ രാത്രി 10 മണിക്ക് ഹരിവരാസനപ്പാടി ക്ഷേത്രനട അടയ്ക്കും.